തിരുപ്പതി യാത്ര നടത്തുന്ന ഭക്തർ നിർബന്ധമായും സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീകാളഹസ്തി ക്ഷേത്രം. സാധനാപദത്തിൻ്റെ നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത ക്ഷേത്രം ശ്രീകാളഹസ്തി ക്ഷേത്രം. ദക്ഷിണകാശി എന്ന് അറിയപ്പെടുന്ന ഈ ക്ഷേത്രം ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശിവഭഗവാൻ പഞ്ചഭൂതങ്ങളുടെ രൂപത്തിൽ കുടികൊള്ളുന്ന 5 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ഇവിടെ ഭഗവാൻ വായു രൂപത്തിലാണ് ആരാധിക്കപ്പെടുന്നത്, അഥവാ വായു ലിംഗം എന്ന് പറയുന്നു. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കാറ്റില്ലാത്ത ഭാഗത്താണെങ്കിൽ പോലും ശ്രീകോവിലിനുള്ളിലെ ദീപം എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്നത് ഈ വായു തത്വത്തിൻ്റെ തെളിവായി ഭക്തർ വിശ്വസിക്കുന്നു. ഈ പേരിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. അതായത് ശ്രീകാളഹസ്തി എന്നുള്ള പേരിന് പിന്നിൽ അതായത് 3 ജീവികൾ ഈ ഭഗവാനെ ആരാധിച്ച് മോക്ഷം നേടിയ ഇടമായിട്ടാണ് ശ്രീകാളഹസ്തി പറയപ്പെടുന്നത്. ഈ 3 പേരുകൾ ചേർന്നാണ് ശ്രീകാളഹസ്തി എന്ന പേരുണ്ടായത്. അതായത് ശ്രീ കാളഹസ്തി, ഇതിൽ ശ്രീ എന്നാൽ ചിലന്തിയാണ്. ചിലന്തി ഭഗവാന് വല നെയ്തുകൊണ്ട് ഭഗവാനിലേക്ക് അഴുക്കുകളൊന്നും വരാതെ സംരക്ഷിച്ചു പോകുന്നതായി പറയപ്പെടുന്നുണ്ട്. കാള എന്നാൽ പാമ്പ് സംരക്ഷകനായിരിക്കുകയും മാണിക്യം ഭഗവാന് കൊണ്ടുവന്ന് കൊടുക്കുകയും നൽകുകയും ചെയ്തതായി പറയുന്നു. ഹസ്തി അതായത് ആന എപ്പോഴും തുമ്പിക്കൈയിൽ വെള്ളവും പൂക്കളും കൊണ്ടുവന്ന് ഭഗവാനെ ഇവിടെ പൂജിച്ചതായി പറയുന്നു. അങ്ങനെ ഈ 3 ജീവികൾക്കും ഇവിടെ ഭഗവാൻ മോക്ഷം കൊടുത്തു. അതാണ് ശ്രീകാളഹസ്തി എന്ന പേര് ഇവിടെ വരുവാനുള്ള കാരണം. അതോടൊപ്പം തന്നെ ശിവന്റെ ഏറ്റവും വലിയ ഭക്തനായിരുന്ന കണ്ണപ്പൻ സ്വന്തം കണ്ണ് ഭഗവാന് സമർപ്പിച്ചത് ഇവിടെ വെച്ചാണെന്നാണ് പറയുന്നത്. ഭഗവാൻ കണ്ണപ്പൻ്റെ, അതായത് ഈ ഭക്ത കണ്ണപ്പൻ്റെ കഥ നമ്മളേവരും കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത് ഭഗവാന് സമർപ്പിച്ച സ്ഥലം ഇവിടെയായാണ് കണക്കാക്കുന്നത്. ക്ഷേത്രത്തിന് സമീപമുള്ള കുന്നിൻ്റെ ഈ മുകളിൽ തന്നെ കണ്ണപ്പൻ്റെ പ്രതിഷ്ഠയുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് രാഹുകേതു പരിഹാര പൂജ. ഈ ക്ഷേത്രം ലോകപ്രശസ്തമാകാൻ പ്രധാന കാരണം അവിടെ നടക്കുന്ന രാഹുകേതു സർപ്പദോഷ പരിഹാര പൂജയാണ്. ജാതകത്തിലെ ദോഷങ്ങൾ മാറാൻ 10,000-കണക്കിന് ആളുകളാണ് ദിവസവും ഇവിടെ എത്തുന്നത്. ഗ്രഹണ സമയത്ത് പോലും നട അടയ്ക്കാത്ത അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീകാളഹസ്തി ക്ഷേത്രം. ഈ ക്ഷേത്രം പല്ലവ രാജാക്കന്മാരും പിന്നീട് വിജയനഗര രാജാക്കന്മാരും ചേർന്നാണ് നിർമ്മിച്ചതെന്ന് പറയുന്നത്. സ്വർണ്ണമുഖി നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ക്ഷേത്രം ദർശിക്കുന്ന സമയത്ത് ഈ നദിയും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. തിരുപ്പതിയിൽ നിന്ന് ഏകദേശം 36 കിലോമീറ്ററാണ് ശ്രീകാളഹസ്തിയിലേക്കുള്ളത്. തിരുപ്പതിയിൽ ബസ് സ്റ്റാൻഡിൽ നിന്നും എപ്പോഴും ബസ് കാളഹസ്തിയിലേക്ക് അവൈലബിൾ ഉള്ളതാണ്. അതല്ല, നമ്മൾ പ്രൈവറ്റ് വാഹനത്തിലായാലും ഇവിടെ എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ്. ഏകദേശം 1 മണിക്കൂർ സമയത്തിനുള്ളിൽ നമുക്ക് ഇവിടെ എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ പുതിയ ഹൈവേ എല്ലാം വന്നിട്ടുണ്ട്. യാത്ര വളരെ സുഗമമായിട്ട് നമുക്ക് ഇവിടെ എത്തിച്ചേരുവാൻ സാധിക്കും.